Hello friends, I am MunnaSadiq and welcome back to my channel. ഇന്ന് നമുക്ക് ചിക്കൻ കുയിമന്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതും ചെലവ് കുറഞ്ഞ രീതിയിൽ റെസ്റ്റോറന്റ് സ്റ്റൈലിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ചിക്കൻ കുയിമന്തി. മന്തി തയ്യാറാക്കാൻ ബസ്മതി റൈസ് ആണ് എടുക്കേണ്ടത്. സോ ഞാൻ ഇവിടെ വൈറ്റ് ഗോൾഡിന്റെ സെല്ല ബസ്മതി റൈസ് ആണ് എടുത്തത്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന മന്തിയുടെ ആ ഒരു ടേസ്റ്റും ലുക്കും കിട്ടണമെങ്കിൽ വൈറ്റ് ഗോൾഡിൻ്റെ സെല്ല ബസ്മതി റൈസ് എടുക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. അപ്പോൾ ഞാനിവിടെ 1 kg റൈസ് എടുത്തിട്ടുണ്ട്. ഇതൊരു 3-4 തവണ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 1 hour സോക്ക് ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് മന്തി മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ബേ ലീഫ്, കറുവപ്പട്ടയില, ജാതിക്ക, ചെറിയ ജീരകം, കുരുമുളക്, ജാതിപത്രി, തക്കോലം, പെരുംജീരകം, ഗ്രാമ്പു, ഉണക്കനാരങ്ങ, പിന്നെ കറുവപ്പട്ട, കുറച്ച് ഏലക്കായ്. ഇത്രയും സ്പൈസസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ആദ്യം ചൂടാക്കിയെടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. നിങ്ങളുടെ അടുത്ത് മന്തി മസാല അല്ലെങ്കിൽ അറബിക് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നമ്മളെ മന്തിക്ക് ടേസ്റ്റ് കൂട്ടാൻ ഈ ഒരു മസാല നിർബന്ധമാണ്. അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മന്തി മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കനിലേക്കും അതുപോലെ തന്നെ റൈസിലേക്കും ആവശ്യമുണ്ട്. മന്തിക്ക് വേണ്ടി ചിക്കൻ എടുക്കുമ്പോൾ ചെറിയ പീസാക്കി കട്ട് ചെയ്യാതെ ഇതുപോലെ വലിയ പീസാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിലോ കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഞാനിവിടെ 1 kg ചിക്കന് 6 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു നൈഫോ അല്ലെങ്കിൽ ഇതുപോലെ ടൂത്ത് പിക്കോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. മസാലയൊക്കെ നല്ലോണം ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ചിക്കനിലേക്ക് ആദ്യം ഒരു മുടി വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, നല്ല ജീരകം, പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മന്തി മസാലയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കാതിരിക്കുക. നമ്മൾ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ നല്ല കളറും കിട്ടും, എരിവും കുറവായിരിക്കും. പിന്നെ ഇതിലേക്കൊരു 3-4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 1 സ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 മാഗി ക്യൂബ് വേണം, ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ്. നമ്മൾ മന്തിക്ക് ടേസ്റ്റ് കൂട്ടുന്ന മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് മാഗി ക്യൂബ്. അപ്പോൾ ഇത് മറക്കാതെ ചേർത്ത് കൊടുക്കുക. ഇനി റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന മന്തിയുടെ ആ ഒരു ലുക്കും കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റെഡ് ഫുഡ് കളർ ഒരു 2-3 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കുറച്ചും കൂടി കളർഫുള്ളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക. ഇനി 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിയായിട്ട് വേണം അരിഞ്ഞിടാൻ, എന്നാലേ ചിക്കൻ്റെ കൂടെ വെന്തുടഞ്ഞ് നല്ല ടേസ്റ്റിൽ വരുള്ളൂ. ഇനി കുറച്ച് മല്ലിയിലയും പുതിന ഇലയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. പകരം ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടാണ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തത്. സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇനി ഇത് ഒരു 1 hour മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം 1 hour ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാനുള്ള പ്രിപ്പറേഷനിലേക്ക് പോവാം. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് ചിക്കൻ പീസസ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒരു പീസിൻ്റെ മേലെ വേറൊരു പീസ് വരാത്ത രീതിയിൽ ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം. മേലെ ചിക്കൻ വെച്ച് കൊടുക്കുമ്പോൾ ചിക്കൻ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല നമ്മളിനി ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നൊന്നുമില്ല. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാൻ പോകുന്നതും ദമ്മിടുന്നതൊക്കെ. അപ്പോൾ എല്ലാ പീസസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് ഇതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും ആവില്ല. നമ്മളിത് കുക്കായി കഴിഞ്ഞാൽ റൈസിലേക്കും ഇതിന് തന്നെയാണ് ഓയിൽ എടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇനി റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. റൈസ് നമ്മൾ വേവിച്ചൂറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്, നെയ്ച്ചോറ് പോലെ വറ്റിച്ചെടുക്കല്ല. അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 8-10 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, പിന്നെ ഒരു ഡ്രൈ ലെമണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ഫസ്റ്റിൽ പൊടിച്ചിട്ടുള്ള മന്തി മസാല പൗഡർ അതൊരു ടീസ്പൂണും, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നല്ലോണം തിളക്കട്ടെ. ഈ ഒരു സമയം നമ്മൾ ചിക്കൻ എന്തായെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
പിന്നെ നമ്മൾ മന്തി തയ്യാറാക്കുമ്പോൾ റൈസ് ആദ്യം ഉണ്ടാക്കി വെക്കരുത്. തൊട്ടടുത്ത് ചിക്കൻ കുക്ക് ചെയ്യാൻ വെക്കുമ്പോഴാണ് റൈസിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകേണ്ടത്. എന്നാലേ മന്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ റൈസ് നല്ലോണം തണുത്ത് ദമ്മിടുന്ന സമയത്ത് ഡ്രൈ ആയിട്ട് നമ്മൾ വിചാരിച്ചൊരു പെർഫെക്ഷനിൽ കിട്ടില്ല. അപ്പോൾ അത് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ 1 hour സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് കറക്റ്റ് വേവായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് റൈസ് കുക്ക് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കണ്ട, ഒരു 85% കുക്കായാൽ മതി. കാരണം നമുക്കിത് ദമ്മിടാനുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം കുക്കായിട്ടുണ്ട് എന്നുള്ളത്. കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ ഉടഞ്ഞു പോകാത്ത പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റ് വേവാണ്. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ആ ബാലൻസ് ഓയിൽ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും കോരി എടുക്കണ്ട, ഒരു 2-3 സ്പൂൺ അതിൽ വെച്ചിട്ട് ബാക്കി എടുക്കാം. അപ്പോൾ ഇത്രയും ഓയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് റൈസിലേക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ദമ്മിടാനുള്ള പ്രിപ്പറേഷനിലേക്ക് പോകാം. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം നന്നായി വാർന്നതിന് ശേഷം മാത്രമേ റൈസ് ഇട്ട് കൊടുക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും വെള്ളം പാടില്ല. അതുപോലെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കരുത്. ഞാൻ 2 ലെയറായിട്ടാണ് റൈസ് ചേർക്കുന്നത്. എന്നിട്ട് റൈസ് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കോരി വെച്ച ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ലെയറും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. തവി കൊണ്ടിങ്ങനെ പ്രസ് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റൈസ് ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിൽ നമ്മൾ കൂടുതലായിട്ടൊന്നും കളിക്കണ്ട. അതായത് ഇതുപോലെ ഇങ്ങനെ റൈസ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ മന്തിയുടെ റൈസിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഒരു സ്മോക്ക് ചെയ്തിട്ടുള്ള റൈസാണ്. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ. അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ പാത്രത്തിൽ നല്ലോണം ചൂടാക്കിയ 2 പീസ് ചാർക്കോൾ ഇട്ടിട്ട് റൈസിൻ്റെ നടുവിൽ ആ പാത്രം ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് ലാസ്റ്റാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സംഗതി വെക്കാൻ വിട്ടുപോയി. നമുക്ക് ഫുഡ് കളറും പിന്നെ പച്ചമുളകും ചേർക്കാനുണ്ട്. അപ്പോൾ അത് ഫുഡ് കളർ തികച്ചും ഓപ്ഷനാണ്. നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ലുക്കും കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് വിട്ടിട്ട് കുറച്ച് റെഡ് ഫുഡ് കളറും പിന്നെ യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടി ഞാനിങ്ങനെ ഇടവിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ ആ എരിവൊന്നും ഉണ്ടാവില്ല. ആ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് പച്ചമുളക് കുത്തി കൊടുക്കുന്നത്. നമ്മൾ റൈസ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ പച്ചമുളക് വെന്ത് കഴിഞ്ഞാൽ അതും കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇത് അടച്ച് വെക്കുന്നതിന് മുന്നേ ഞാൻ ഒന്നുകൂടെ ചാർക്കോൾ ചൂടാക്കിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് അടച്ച് വെച്ചത്. അപ്പോൾ അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇത് ദം ചെയ്യാൻ വെക്കണം. ആ ചിക്കൻ്റെ ഫ്ലേവറും പച്ചമുളകിൻ്റെയും ചാർക്കോളിൻ്റെ ഒക്കെ ഫ്ലേവർ ഈ റൈസിലേക്ക് പിടിക്കുന്നവരെ നമുക്കിത് ദം ചെയ്യാൻ വെക്കാം. ഏകദേശം ഒരു 1/2 മണിക്കൂറോളം വെച്ചാൽ മതിയാവും കേട്ടോ, ലോ ഫ്ലെയിമിൽ. ഈ സമയം കൊണ്ട് മന്തിയുടെ കൂടെ കഴിക്കുന്ന ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ 2 ടൊമാറ്റോ പീസാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളകും 3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ വിനെഗറും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് ബ്ലെൻഡ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ടെക്സ്ചറിലാണ് കിട്ടുക. ഈ ഒരു ചട്നി മന്തിയുടെ കൂടെ മാത്രമല്ല കഴിക്കുക, നമുക്ക് കപ്സയുടെ കൂടെ പിന്നെ വേറെ ഏത് റൈസിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. ഇനി മന്തിയുടെ കൂടെ കഴിക്കാൻ മയോണൈസ് കൂടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 എഗ്ഗിലാണ് മയോണൈസ് ഉണ്ടാക്കുന്നത്. വൈറ്റ് പോർഷൻ മാത്രമാണ് എടുക്കുന്നത്. യെല്ലോ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്കൊരു 2 ഗാർലിക് ചേർത്ത് കൊടുക്കാം. ഗാർലിക്കിൻ്റെ എണ്ണം കൂടരുത്, ഭയങ്കര കുത്തലായി പോവും. പിന്നെ ഒരു 1/2 മൂടി വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെ ചേർത്ത് അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ബാക്കിയുള്ളത് ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് നിർത്താതെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടും. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള മയോണൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ മന്തിയുടെ കൂടെ കഴിക്കുന്ന ടൊമാറ്റോ ചട്നിയും മയോണൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ദമ്മിലിട്ട് നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഇനി ഇതാ ഈ റൈസ് മെല്ലെ നീക്കിയിട്ട് നമ്മൾ താഴെ വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് റൈസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചിക്കനോട് കൂടി നമ്മൾ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ മൊത്തം ഉടഞ്ഞു പോകും. കാരണം ഇതിൻ്റെ അടിയിലുള്ള ചിക്കൻ നന്നായിട്ട് വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം ചിക്കൻ മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് റൈസ് ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കതൊന്ന് ചെയ്യാം.
ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് അതുപോലെ തന്നെ റൈസും കറക്റ്റ് വേവിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ചിക്കൻ പീസസ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റൈസ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ലുക്കിലും ടേസ്റ്റിലും ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ എങ്ങനെയാണ് കുഴിമന്തി തയ്യാറാക്കുക എന്നുള്ളത് നമ്മളിന്ന് കണ്ടു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആ തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്തൊരു വീഡിയോയിലൂടെ പുതിയൊരു വെറൈറ്റി റെസിപ്പിയായിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.